ഹലോ, വെൽക്കം ടു നൈറ്റ് ലൈറ്റ്സ്. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ചെമ്പരത്തിപ്പൂ കൊണ്ടുണ്ടാക്കാവുന്ന ഒരു സ്പെഷ്യൽ ജ്യൂസിനെ പറ്റിയിട്ടാണ്. ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പൂവാണ് ചെമ്പരത്തിപ്പൂവ്. അപ്പം ഇതുകൊണ്ടുണ്ടാക്കാവുന്ന ഒരു സ്പെഷ്യൽ ജ്യൂസാണ് നമ്മളിന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മളിതിനായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇതളുകൾ എടുത്തിട്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ കളയണം. ഇത് ഒരു ശീതളപാനീയം എന്ന് പറയാൻ പറ്റില്ല, ഒരു എനർജി ഡ്രിങ്ക് തന്നെയാണ്. നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകളൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്ത് മാറ്റി. ഇതിന് ചെമ്പരത്തി ചായ എന്നും പറയാറുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ചെമ്പരത്തി വൈൻ എന്നാണ് പറയുന്നത്. നമുക്കിതിനാവശ്യമായിട്ടുള്ളത് 2 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു. 2 ഗ്ലാസ് ഒഴിച്ചു. ഇനിയിപ്പം നമ്മൾ ഗ്യാസ് പതുക്കെ കത്തിച്ചു കൊടുക്കുകയാണ്. കാരണം ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കിന് വേണം നമുക്ക് ഈ പൂ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഇനി വെള്ളം തിളച്ച് വരുന്നത് വരെ നമ്മളൊന്ന് തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പൂവിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പൂവിട്ട് കൊടുത്ത ശേഷം വേണമെങ്കിലും നമുക്ക് കത്തിച്ച് വെക്കാവുന്നതാണ്. എന്തായാലും വെള്ളം തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഹിബിസ്കസിനകത്ത് അയൺ കണ്ടൻ്റാണ് ഏറ്റവും കൂടുതലുള്ളത്. നമുക്ക് ഹീമോഗ്ലോബിനൊക്കെ ഉണ്ടാവാനായിട്ട് വളരെയധികം നല്ലതാണ്. അത്യാവശ്യം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് വെള്ളം. നമുക്കിനിയിപ്പോൾ പതുക്കെ ഈ പൂ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നല്ലതായിട്ട് തിളയ്ക്കണം. തിളച്ച് ആ പൂവിൻ്റെ സത്തെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം. അപ്പോഴാണ് നമ്മളുടെ ജ്യൂസായി മാറുന്നത്. പുറത്തുനിന്നുള്ള ജ്യൂസൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമുക്കൊരു പേടി തോന്നും. പക്ഷേ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഈ ചൂട് സമയത്ത് കുടിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഡ്രിങ്ക് ആയിരിക്കും ഇത്. ഇപ്പം വെള്ളം നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുറച്ച് സമയം എടുക്കും. നമുക്കൊന്ന് ഇച്ചിരി സമയം ഒന്ന് തിളയ്ക്കണം. തിളച്ചാൽ ഉടനെ ഇറക്കരുത്. നമുക്കറിയാം അതിൻ്റെ ഒരു പിങ്ക് കളറൊക്കെ വരും അതിൻ്റെ വെള്ളത്തിന്. ചെറിയൊരു പിങ്ക് കളർ വരുമ്പോഴത്തേക്കിനും വേണമെങ്കിൽ നമുക്ക് ഇറക്കാം. പക്ഷേ ഒരു ഇച്ചിരി സമയം ഒന്ന് ഇരുന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് നല്ലപോലെ പൂവിൻ്റെ സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടും. ഇപ്പം നമുക്ക് കാണാം, അതിപ്പോൾ ഒരു ചെറിയൊരു ലൈറ്റ് കളറായിട്ടുള്ളൂ. കുറച്ചുകൂടെ ഒന്ന് തിളയ്ക്കണം. ഇപ്പോൾ ഒന്ന് തിളയ്ക്കുന്നിടം വരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതോടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം എന്തുമാത്രം കളറായിട്ടുണ്ട്. നല്ലതായിട്ട് കണ്ടോ, ഇപ്പോൾ ആ പിങ്ക് കളറിന് കുറച്ചുകൂടെ ഒരു ചെറിയ ഡാർക്ക്നെസ് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിത് ജ്യൂസാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ദിവസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കേടുകൂടാതെ തന്നെ ഇരുന്നോളും ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിന്. ഇപ്പം നമ്മൾ 2 ഗ്ലാസ് വെള്ളത്തിന് 8 പൂവാണ് ചേർത്തത്. അതിന് പകരം നമുക്ക് പൂവിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ തിക്നെസ്സും കൂടി വരും. എണ്ണം കൂടുമ്പോഴത്തേന് തിക്നെസ് കൂടും. തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് കോൺസെൻട്രേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പം നല്ല ഡാർക്കായിട്ടുണ്ട് കണ്ടോ. ഇത്രയൊന്ന് ആയി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിനെ തണുക്കാനായിട്ട് നമുക്ക് വെക്കണം. ഇപ്പം നമ്മൾ പെട്ടെന്ന് തണുത്ത് കിട്ടാനായിട്ട് നമുക്ക് കുറേ സമയം ഇരുന്നാലാണ് അതിലിരുന്ന് തണുക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തോട്ടൊന്ന് എടുത്തിട്ട് ഒരു ഫാൻ്റെ അടിയിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുത്ത് കിട്ടും. എന്ത് ഗുണങ്ങളാണ് ഇതിനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് പെട്ടെന്ന് ക്ഷീണമൊക്കെ നമുക്കങ്ങ് മാറും. ശരിക്കും നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് വീഡിയോ കണ്ടിട്ട് ഇത് ചെയ്ത് നോക്കണം. ഇപ്പം നമ്മൾ നാരങ്ങ ചേർത്തിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കണം. കാരണം നമ്മൾ പൂവിൻ്റെ ഇതളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കി കാണിക്കുന്നതുകൊണ്ട് ഈ ഗ്ലാസ്സിലേക്ക് തന്നെ നമ്മളിപ്പോൾ അരിച്ചെടുക്കുകയാണ്. സാധാരണയായിട്ട് നമ്മൾ വലിയ പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് അരിച്ചെടുത്തിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഈ ഒരു നിറത്തിലായിരിക്കും ആ ജ്യൂസ് ഇരിക്കുന്നത്. ഇനി എന്ത് വ്യത്യാസമാണ് ഇതിനകത്ത് വരാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. ഇനി നമ്മൾ
ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുമ്പോഴത്തേക്കിന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ആ നാരങ്ങ വീണ് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ നിറവാകെ മാറി നല്ല വൈൻ കളറായിട്ടുണ്ട്. കണ്ടോ? ഇപ്പം നമ്മൾ കാണുമ്പോഴത്തേക്കിന് ഒരു വൈൻ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നാരങ്ങയുടെ രുചിയും കൂടെ ആകുമ്പോഴത്തേക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നാരങ്ങ ഉപയോഗിക്കാതെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ രുചിയൊന്നും തോന്നില്ല. നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. പക്ഷേ നാരങ്ങ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് ടേസ്റ്റ് വ്യത്യാസം വരും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തേക്കുന്നത്. നമുക്ക് ഉപ്പോ അതിന് പകരം പഞ്ചസാരയോ ചേർക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആകുമ്പോഴത്തേക്കും പഞ്ചസാരയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് നമ്മളൊരു ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണിത്. കാരണം നമ്മളൊരു കൊടുക്കുമ്പോഴത്തേക്കിന് അവരാണെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് പറയാം ഇതൊരു എനർജി ഡ്രിങ്കാണ്, നമ്മൾ ചെമ്പരത്തി പൂ കൊണ്ടുണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഗസ്റ്റുകൾക്കൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വേറൊരു ചെറിയ കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പച്ചമുളകും കൂടെ മുറിച്ച് ചേർക്കുന്നുണ്ട്. പച്ചമുളകും ൻ്റെ ടേസ്റ്റും നാരങ്ങ വെള്ളത്തിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ കലർന്നിട്ട് നല്ല സ്പെഷ്യൽ ഡ്രിങ്ക് ആയിരിക്കും. നമ്മൾ ഈ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പച്ചമുളക് ഒഴിവാക്കിയേക്കണം. നേരത്തെ പറഞ്ഞ പോലെ കേടാവാതിരിക്കാനായിട്ട് നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം കുപ്പിക്കകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് നല്ല തണുത്തിരിക്കും, എടുത്ത് കുടിക്കാനൊക്കെ നല്ല സുഖം ഉണ്ടാവും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ നാരങ്ങ കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ട് അങ്ങ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് നൈറ്റ് ലൈറ്റ്സ്. ബൈ.